ഹായ് ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു വെറൈറ്റി പുട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പുട്ടിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നന്നായി ഉപ്പൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് വെക്കാം. കുറച്ച് സമയത്തേക്ക് നമുക്കിതൊന്ന് അടച്ച് വെച്ചാൽ നല്ല സോഫ്റ്റായ പുട്ട് റെഡിയായി കിട്ടും. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിൽ വേണ്ട മസാല തയ്യാറാക്കാം. ഞാൻ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ബാക്കിയുള്ള ഫില്ലിങ് തയ്യാറാക്കാം. ഞാൻ കുറച്ച് ചെറിയ ഉള്ളി മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാള, ഒരു സവാളയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തത്. വേഗം തന്നെ ഒന്ന് സോഫ്റ്റായി കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായി അരിഞ്ഞെടുത്ത വെളുത്തുള്ളി, അതും കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ തക്കാളിയാണ് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എത്ര ഉണ്ടാക്കണം എന്നുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊരു 2 കുറ്റി പുട്ടാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഇത്ര മാത്രമേ മസാല തയ്യാറാക്കി എടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കാം. നന്നായി വെന്ത് ഏകദേശം അതിൻ്റെ പാകം ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനതിൻ്റെ ഇടുന്ന ആ വീഡിയോ ഇതിൽ നിന്ന് മിസ്സായിപ്പോയി. പിന്നെ കുറച്ച് ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ച പുട്ടിൻ്റെ പൊടി ഇതാ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, പുട്ടുകുറ്റി. ഇനി നമുക്ക് ഈ പുട്ടിൻ്റെ കുറ്റിയിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കാം. ആദ്യം ഞാൻ ഈ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഈ മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഓരോ കഷ്ണം പുട്ട് ആയിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനൊരു 3 കഷ്ണം പുട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് ചുട്ട് എടുക്കാൻ നോക്കുന്നത്. നമ്മുടെ മിക്സ് നല്ല നേർക്ക് ആക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പൊടിയും കൂടി ഇതിലേക്ക് വാരി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മുകളിൽ നമ്മുടെ മസാല കൂട്ടും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. ആ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ പുട്ട് റെഡിയായി കിട്ടും. നമ്മുടെ ചിക്കനും അതുപോലെ ഇതിൻ്റെ മസാലയൊക്കെ ഇറങ്ങി വന്ന് നല്ല ടേസ്റ്റുള്ള പുട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നും തന്നെ ഇല്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ചിക്കൻ വാങ്ങിയ സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാമെന്ന് വിചാരിച്ചതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.